1 2 3 4 വിരലുകൾ അല്ലെ. ഈ വിരലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം സ്ട്രക്ചറാണ് ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇവൻക്ക് പേര് വില്ലസ്. എന്താണ് പേര്? വില്ലസ്. വിരലിന്റെ ആകൃതിയിൽ ചെറുകുടലിൽ കാണപ്പെടുന്ന ഈ ഒരു സ്ട്രക്ചറാണ് എന്ത്? വില്ലസ്. ഓക്കെ. ഈ വില്ലസിന്റെ പ്രത്യേകത എന്താണ്? ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്നു. എന്തിനെ അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്നു? ന്യൂട്രിയൻസിനെ. കാരണം എന്താണെന്നറിയോ? ഈ വില്ലസിൽ ആരുണ്ട്? പ്രത്യേകതരം കുറച്ച് ആളുകളുണ്ട്. ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്നിതാ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തേക്കും ഇങ്ങനെ കെട്ടിപ്പിണഞ്ഞ് കാണപ്പെടുന്ന ആ ഒരു സ്ട്രക്ചർ, അതാണെന്ത്? ബ്ലഡ് കാപ്പിലറീസ് അഥവാ രക്തലോമിക. പിന്നെ ഇതാ ഒരു എൽ ഷേപ്പിൽ, നോക്കൂ സുഹൃത്തുക്കളെ, ഒരു എൽ ഷേപ്പിൽ കാണപ്പെടുന്ന ഈ ഒരു സ്ട്രക്ചറാണ് എന്ത്? ലാക്റ്റിയൽ. ഈ രണ്ട് സ്ട്രക്ചറും ഇതിലുണ്ടായത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ വിരലിന്റെ ആകൃതിയിലുള്ള വില്ലസിന് ന്യൂട്രിയൻസിനെ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആരൊക്കെയുണ്ട്? ബ്ലഡ് കാപ്പിലറീസും ലാക്റ്റിയൽസും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്, അടയാളപ്പെടുത്താൻ ചോദിക്കും. ഇതിൽ എൽ ഷേപ്പുള്ളവൻ ആരാണ്? ലാക്റ്റിയൽ. അപ്പോൾ മറ്റവൻ ആരായിരിക്കും? ബ്ലഡ് കാപ്പിലറീസ്. അപ്പോൾ എൽ ഷേപ്പിൽ എല്ലുണ്ട്, ലാക്റ്റിയലും എല്ലുണ്ട്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അത് കിട്ടി. അപ്പോൾ പിന്നെ മറ്റേത് എന്താണ്? ബ്ലഡ് കാപ്പിലറീസ്. ഓക്കെ. ഇനി ബ്ലഡ് കാപ്പിലറീസ് ആരൊക്കെയാണ് അബ്സോർബ് ചെയ്യാന്ന് ചോദിച്ചാൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്സ്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്സ്, അതിനൊക്കെ ആരാണ് അബ്സോർബ് ചെയ്യുക? ബ്ലഡ് കാപ്പിലറീസ് അല്ലെങ്കിൽ രക്തലോമികൾ. എന്നാൽ ലാക്റ്റിയൽ അബ്സോർബ് ചെയ്യുന്നത് ആരെയാണ്? ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട് അല്ലേ? അതിനൊരു ബുദ്ധി ഞാൻ പറഞ്ഞുതരും. പിന്നെ എന്തിനാ മുത്തി അറക്കൽ ജീവിച്ചിരിക്കുന്നത്? നോക്കൂ സുഹൃത്തുക്കളെ, ഇതാണ് ഒരു ഫാറ്റ് ഗേൾ. ഈ ഫാറ്റ് ഗേളിനോട് എനിക്ക് ഭയങ്കര ഇഷ്ക്, മൊഹബത്ത്, കാതൽ, പ്യാർ, ഹുബ്, സ്നേഹം, എന്തൊക്കെ സാധനങ്ങളാണ്. അപ്പോൾ ഫാറ്റ് ഗേളിനോട് എനിക്ക് ഭയങ്കര ലവ് ആണ്. അപ്പോൾ ഫാറ്റ് ഗേള്, ഫാറ്റി ആസിഡ്, ഗേള്, ഗ്ലിസറോള്, ലവ്, എല്ല്, ലാക്റ്റിയൽ. ഓക്കെ. അപ്പോൾ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആരാണ് അബ്സോർബ് ചെയ്യുക? ലാക്റ്റിയൽ. ഫാറ്റ് ഗേള്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോള്, അതിനോട് എനിക്ക് എന്താണ്? ലവ് ആണ്. എല്ല്. ഓക്കെ. അപ്പോൾ ലാക്റ്റിയൽ എന്താ അബ്സോർബ് ചെയ്യുന്നു? ഫാറ്റി ആസിഡും ഗ്ലിസറോളും അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ബ്ലഡ് കാപ്പിലറീസ് എന്തൊക്കെ അബ്സോർബ് ചെയ്യണം? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്സ്, അതൊക്കെ അബ്സോർബ് ചെയ്യണം. ഓക്കെ അല്ലേ? സീ യു സൂൺ. ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ. ഓൾ ദി ബെസ്റ്റ്.